ഹായ് ഹലോ, എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താണോ ഇന്ന് നമുക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേസ്റ്റ് ബിന്ന്, നമ്മുടെ കമ്പോസ്റ്റ് യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നെന്നും പറഞ്ഞ് നമ്മുടെ വാർഡ് കൗൺസിലർ വിളിച്ച് അങ്ങനെ നമ്മൾ ഈ സംഭവം പോയി വാങ്ങിക്കാൻ പോയി. കുറേ ദിവസം കൊണ്ട് നമ്മൾ നോക്കിയിരുന്നതാണ്. നമുക്കറിയാലോ, നമ്മുടെ ഓർക്കിഡ്സിനും അത്യാവശ്യം നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട്, അതായത് കണക്കില്ലാതെ നമ്മൾ പലപ്പോഴും വളം വാങ്ങാറുണ്ട്. അപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും കമ്പോസ്റ്റൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും വാങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് ബിന്ന് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രവർത്തനവും ഞാൻ ഇന്ന് കമ്പോസ്റ്റ് ഒന്ന് ഉദ്ഘാടിക്കാൻ പോവാം. അപ്പോൾ അതെന്നാ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു 3 തട്ടുകളാണ്, അതായത് ഇങ്ങനെയുള്ള 3 തട്ടുകളാണ്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ ഹോൾസ് ഉണ്ട്. കാരണം എന്താണോ, നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് മറ്റുള്ള യൂണിറ്റ് പോലെ അല്ല ഇത്. ഇതിനകത്തുള്ള ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഇറച്ചിയുടെ വേസ്റ്റ് ആണെങ്കിലും മീനിൻ്റെ വേസ്റ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് ഡീകമ്പോസായി നല്ല പുട്ട് പരുവത്തിനുള്ള നമുക്ക് നല്ല കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പലരും വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മളിത് കിട്ടിയപ്പം എന്നാൽ പിന്നെ ഇതാണ് കണ്ട്, ഇതിൻ്റെ അകവശം ഞാനൊന്ന് കാണിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3 തട്ടാണ് നമുക്ക് താഴെ. അപ്പോൾ ഈ ഒരു താഴത്തെ പോർഷനിൽ നമ്മൾ വെള്ളം നിറച്ചിടാം. നമുക്ക് ഈ ഒരു പോർഷനിൽ ഇപ്പോൾ താഴെ എനിക്ക് ബജുവിൻ്റെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം വെള്ളം നിറയ്ക്കാതിരുന്നത്. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് വെള്ളം നിറച്ചിടും. അതായത് ഊറുമ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ കമ്പോസ്റ്റിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി. കാരണം അഥവാ നമുക്ക് ഒരു ലേശ എണ്ണമയമുള്ള എന്തെങ്കിലും നമ്മുടെ ബിന്നിലോട്ട് കയറിയാലും നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം ചെയ്യുമ്പം ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലെയർ, നമ്മൾ ഫസ്റ്റ് ലെയർ ഇടാൻ പോവുകയാണ്. ആദ്യത്തെ മുകളിലത്തെ ടോപ്പിലിരിക്കുന്ന ഈ ബിന്നിലോട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിലിടുമ്പം നമ്മൾ ഞാൻ വേറൊരു സംഭവം കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇതാണ് നമുക്ക് ഇനോക്കുലം വന്നിട്ടുണ്ട്. ഒരു ചാക്ക് ഇനോക്കുലവും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ചകിരിച്ചോറിൻ്റെ കണ്ട വളരെ ഫൈനായിട്ടുള്ള ചകിരിച്ചോറിൻ്റെ ഒരു സംഭവമാണ്. അപ്പം ഇതൊരു നമുക്കൊരു 5 സെൻറ്റിമീറ്റർ കനത്തിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 5 സെൻറ്റിമീറ്റർ കനത്തിൽ ഫസ്റ്റ് ലെയർ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു ലേശം കൂടി ഇടണം. എന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റ് നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള നമ്മുടെ ഇന്നത്തെ രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ പച്ചക്കറി വേസ്റ്റും മീനിൻ്റെ വേസ്റ്റും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നമ്മൾ നല്ലൊരു ലെയർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതും കൂടെ മാറ്റി വെച്ച്, അപ്പം ഞാൻ ഇന്നത്തെ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടെ നമ്മളൊരു ബക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മീനിൻ്റെ വേസ്റ്റ് ഉണ്ട്, പച്ചക്കറി വേസ്റ്റ് ഉണ്ട്, മുരിങ്ങക്കോല്, പൊട്ടത്തുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാനിത് കുറച്ച് ഇതിലേക്ക് തട്ടുവാണ്. പിന്നെ കഴിവതും നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും, അതായത് ലിക്വിഡായിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ കഴിവതും ഇതിനകത്തേക്ക് ഇടാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ചെറിയൊരു പേപ്പറിൻ്റെ പീസുണ്ട്, മുട്ടത്തൊണ്ടുണ്ട്, നമുക്ക് ഇന്നത്തെ മുരിങ്ങക്കോലും മീനിൻ്റെ വേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ചെറിയ രീതിയിൽ, അതായത് നമ്മൾ നേരത്തെ ഒരു 5 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഇട്ടത്. പക്ഷെ എന്നാലും ഇനി അത്രയും വേണ്ട. എന്നാലും നമ്മുടെ വേസ്റ്റ് ഒന്ന് മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് തട്ടിക്കൊടുക്കാം. പിന്നെ മുകളിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇനോക്കുലം ഇട്ട് വേസ്റ്റ് കാണാത്ത രീതിയിൽ, പെട്ടെന്ന് നമുക്ക് കാണാത്ത രീതിയിൽ നമുക്ക് ഈ വേസ്റ്റ് എല്ലാം ഒന്നും കൂടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നോക്കി, ഈ ബെന്നിൻ്റെ ഇപ്പോൾ ഉൾവശം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഒന്ന് കാണിച്ചേ ബജു, നോക്കി. അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേജ്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വേസ്റ്റും ഒക്കെ ഉള്ള വേസ്റ്റ് എല്ലാം ഇതിനകത്ത് നമുക്ക് വീണ്ടും ഇതേപോലെ നിറയ്ക്കുക. മുകളിലൊരു ചെറിയ ലെയർ, അതായത് നമ്മുടെ വേസ്റ്റ് കാണാത്ത രീതിയിൽ ഒരു ചെറുതായിട്ടൊരു ലെയർ നമ്മൾ നിറച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇടുന്ന സമയത്ത് മാത്രം ഒരു 5 സെൻറ്റിമീറ്റർ കനത്തിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഇനോക്കുലം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് എനിക്ക് തോന്നുന്നു പല
ഫേമിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടാറുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെന്തോ നമ്മൾ കരക്കുറിയോ മറ്റോ കൊടുത്ത് നമ്മളിതിന് ഒരു അപേക്ഷയൊക്കെ വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് യാതൊരു സ്മെല്ലും, അതായത് നമ്മുടെ വീട്ടിലെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു കോർണർ പോർഷനിലാണെങ്കിലും നമുക്കിതിനെ ധൈര്യമായിട്ട് വെച്ച് കൊടുക്കാം. യാതൊരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റ് ആയിരിക്കും നമ്മളിനിയും നമ്മുടെ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനും ഇനി ഞാനിതൊന്നും തുടക്കം, അതായത് നമ്മൾ ഉദ്ഘാടനം നടത്തിയത് കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.